നമ്മളുടെ ബോഡി ഒരിക്കലും മൈൻഡിനെ ഫോളോ ചെയ്യുകയല്ല. നമ്മളുടെ മൈൻഡ് നമ്മളുടെ ബോഡിയെ ഫോളോ ടൊണാലിറ്റി പ്രോപ്പർ ആയാലും നമ്മളുടെ കോൺഫിഡൻസ്. എല്ലാവരും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് എന്റെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഒരു സീക്രട്ട് തിങ് എന്നുള്ളതുണ്ട്. അതായത് ഒരു കോൺഫിഡൻസ് ലൂപ്പ് എന്ന് പറയും ഇതിനെ. എന്താണ് കോൺഫിഡൻസ് ലൂപ്പ്? ലൈഫില് കോൺഫിഡന്റ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും അറിഞ്ഞോ അറിയാതെയോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കോൺഫിഡൻസ് ലൂപ്പ് എന്നുള്ളത്. ലൈഫില് കോൺഫിഡന്റ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു കോൺഫിഡൻസ് ലൂപ്പ് എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് കോൺഫിഡൻസ് ലൂപ്പ്? ശ്രദ്ധിച്ച് കേട്ടോളുക. ഏറ്റവും മെയിൻ ആയിട്ട് നമ്മളുടെ ബോഡി പോസ്ചർ ചേഞ്ച് ആവുമ്പോ നമ്മളുടെ ബ്രെയിൻ കെമിസ്ട്രി എന്നുള്ളത് ചേഞ്ച് ആവും. ഈ ബ്രെയിൻ കെമിസ്ട്രി ചേഞ്ച് ആവുമ്പോ നമ്മളുടെ എമോഷൻസ് ചേഞ്ച് ആവുന്നുണ്ടാവും. ഈ എമോഷൻസ് നമ്മളുടെ ചേഞ്ച് ആവുമ്പോ നമ്മളുടെ വോയിസും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും ഇംപ്രൂവ് ആവും. ഈ വോയിസും ഡിസിഷനും ഇംപ്രൂവ് ആവുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മളോട് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യും. അതേഴ്സ് റെസ്പോണ്ട് ബെറ്റർ. മറ്റുള്ളവര് നമ്മളോട് ബെറ്റർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കോൺഫിഡൻസ് എന്നുള്ളത് ഇംപ്രൂവ് ആവും. ഇതിനെയാണ് കോൺഫിഡൻസ് ലൂപ്പ് എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളുടെ ബോഡി ഒരിക്കലും മൈൻഡിനെ ഫോളോ ചെയ്യുകയല്ല. നമ്മളുടെ മൈൻഡ് നമ്മളുടെ ബോഡിയെ ഫോളോ ചെയ്യുകയാണ്. ഇത് ഒരു കോർ പ്രിൻസിപ്പിൾ ആണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മളുടെ മൈൻഡ് നമ്മളുടെ ബോഡിയെ ഫോളോ ചെയ്യുകയല്ല. നമ്മളുടെ മൈൻഡിനെ വെച്ചിട്ട് നമ്മളുടെ ബോഡിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും, അത് ഓക്കെ. പക്ഷേ നമ്മളുടെ ബോഡി നമ്മളുടെ മൈൻഡിനെ ഫോളോ ചെയ്യുന്നതിനേക്കാളും നമ്മളുടെ മൈൻഡ് നമ്മളുടെ ബോഡിയെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഒന്ന് കൂടിയിരുന്നേ. ഒരു നോർമൽ ആയിട്ട് നിങ്ങളുടെ ഷോൾഡർ ഒക്കെ ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇങ്ങനെ ഒന്ന് ഇരുന്നേ. ഒന്ന് താഴെ നോക്കിയിട്ട് ഇരുന്നേ. ഇപ്പോ നിങ്ങളുടെ തലയ്ക്കകത്ത് വരുന്ന ചിന്തകൾ എന്നുള്ളത് വേറെയല്ലേ? ഒരു തരത്തിലുള്ള ചിന്തകളായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇനി ഒന്ന് പൗസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നെഞ്ഞൊക്കെ വിരിച്ച് ഒന്ന് ഷോൾഡർ ഒക്കെ ഒന്ന് വൈഡൻ ചെയ്ത് ഒന്ന് മുകളിലേക്ക് നോക്കിയിട്ട് കൈയൊക്കെ, ഈ രണ്ട് കൈ ഉണ്ടല്ലോ, ഈ രണ്ട് കൈ ഒന്ന് പുറകിലേക്ക് കെട്ടിയിട്ട് ഒന്ന് ഇരുന്നേ. ഇരിക്കുകയോ നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിക്കേ. നമ്മളുടെ തിങ്കിങ് എന്നുള്ളത് മാറുന്നില്ലേ? ഇതിന് അർത്ഥം നമ്മളുടെ ബോഡിയെ നമ്മളുടെ മൈൻഡ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസിന്റെ കാര്യത്തിൽ ഇംപ്രൂവ്മെന്റ് എന്നുള്ളത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ ബോഡി പോസ്ചറിന്റെ കാര്യത്തിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക. നിങ്ങളിൽ പലരും പറയുന്നില്ലേ, അക്ഷയ് ബ്രോ എനിക്ക് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യണം, കോൺഫിഡൻസ് ബെറ്റർ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഈ പ്രോഗ്രാമിലേക്ക് വന്നത്. അപ്പോ നിങ്ങളുടെ പോസ്ചറിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം ഇതാണ് ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ടല്ലോ, ഇതാണ് കോൺഫിഡൻസ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മളുടെ ഉള്ളിൽ ആ ഒരു കോൺഫിഡൻസ് എന്നുള്ളത് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക. ഇപ്പോ പല ആളുകൾക്കും ലൈഫിൽ പല രീതിയിൽ സക്സസ് ആവുമ്പോഴും പല അച്ചീവ്മെന്റ്സ് വരുമ്പോ അതിൽ നിന്നൊക്കെ കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എന്നോട് പറയുന്നത്, ബ്രോ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് എനിക്ക് അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ബ്രോ, ഞാൻ എങ്ങനെയാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതല്ലേ നിങ്ങൾ ചോദിക്കുന്നത്, അല്ലേ? അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യുക. നമ്മുടെ ബോഡി പോസ്ചർ ചേഞ്ച് ആവുമ്പോ നമ്മളുടെ തലയ്ക്കകത്ത് നടക്കുന്ന ബ്രെയിൻ കെമിസ്ട്രി എന്നുള്ളത് ചേഞ്ച് ആവും. നിങ്ങളിപ്പോ വേറെ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് നിന്ന് എന്നുള്ള രീതിയിൽ ഒന്ന് ഫീൽ ചെയ്യാൻ നോക്കിക്കേ. നിങ്ങൾക്ക് ആ ഒരു തണുപ്പിന്റെ ഒരു കാര്യം എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ബാക്കിൽ ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ ഒരു ഫീൽ ആയിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങൾ ഇതുപോലെ കൈ ഇവിടെ ഇടുപ്പിൽ വെച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു ഫീൽ ആയിരിക്കും വരുന്നുണ്ടാവുക. ഈ സൂപ്പർമാൻ അതുപോലെ ഹീറോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവരുടെ ബോഡി പോസ്ചർ എന്നുള്ളത് മറ്റൊരു രീതിയിലായിരിക്കുമല്ലോ. മൈക്രോ കാര്യമാണ് അജ്ബർ, ഇത് മൈക്രോ കാര്യമാണ്.
ഞാൻ ഈ പറയുന്നത് പ്യുവർ സയൻസ് ആണ്. നിങ്ങളുടെ ബോഡി പോസ്ചർ ചേഞ്ച് ആവുമ്പോ നിങ്ങളുടെ ബ്രെയിൻ കെമിസ്ട്രി എന്നുള്ളത് മാറും. നിങ്ങളുടെ ബ്രെയിൻ കെമിസ്ട്രി മാറുന്നതിനനുസരിച്ച് നമ്മളുടെ തലയ്ക്കകത്ത് നടക്കുന്ന നമ്മുടെ എമോഷൻസ് എന്നുള്ളത് ചേഞ്ച് ആവും. നോക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ചിലര് ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കില്ലേ? ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ എന്താണ്? നോക്കാം എന്നുള്ള ഒരു കാര്യമല്ലേ നമ്മളുടെ തലയ്ക്ക് ഉണ്ടാവുന്ന എമോഷൻസ് എന്നുള്ളത്. ഇനി അത് തന്നെ ഞാൻ ഇങ്ങനെ എന്റെ കാലൊക്കെ അടുപ്പിച്ചു വെച്ച് ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിലോ എന്റെ എമോഷൻസ് മാറുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്റെ കൈയിന്റെയും കാലിന്റെയും മൂവ്മെന്റ്സ് മാറുന്നതിനനുസരിച്ച് എന്റെ എമോഷൻസ് ചേഞ്ച് ആവുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, എമോഷൻസ് കണ്ടോ നിങ്ങളുടെ മാറുന്നത്? ഒന്ന് ശക്തമായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ, മാറുന്ന കണ്ടോ? നിങ്ങളുടെ എമോഷൻസിൽ കണ്ടോ ഒരു ചേഞ്ച് വരുന്ന ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു മൈക്രോ ചേഞ്ച് കണ്ടോ ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നത്? നിങ്ങള് ഇരിക്കുന്ന സമയത്ത് നിങ്ങള് നോർമലി ഇങ്ങനെ ഇരിക്കാതെ നിങ്ങളുടെ ഈ കൈ എടുത്തിട്ട് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അതിന്റെ മുകളിൽ ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ആ മാക്സിമം സ്പേസ് ഒന്ന് ഒക്കുപ്പൈ ചെയ്ത് ഒന്ന് ഇരുന്ന് നോക്കിക്കേ. അതായത് നിങ്ങളിപ്പോ ഒരു സോഫയിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ സോഫയില് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം. ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം നിങ്ങൾ മാക്സിമം സ്പേസ് ഒക്കുപ്പൈ ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഈ രീതിയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? നമ്മളുടെ കോൺഫിഡൻസ് എന്നുള്ളത് കൂടുന്നുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ ഗസ്റ്റർ ഉണ്ടല്ലോ, ഇത് നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് സംസാരിക്കാൻ നോക്കിക്കേ. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളുടെ ഈ കൈയിന്റെയും കാലിന്റെയും തലയുടെയും മൂവ്മെന്റിനനുസരിച്ച് നമ്മളുടെ കോൺഫിഡൻസ് എന്നുള്ളത് മാറുന്നുണ്ടാവും. ഈ കാര്യം ക്ലിയർ ആയില്ലേ? നിങ്ങൾ എല്ലാവരും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നിരിക്കുന്നത്. നമ്മളുടെ ഈ കൈയിന്റെയും കാലിന്റെയും നമ്മളുടെ ബോഡിയുടെയും മൂവ്മെന്റിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ കിടക്കുകയാണ്, കോൺഫിഡൻസ് എന്തായിരിക്കും? അതിന് പകരം ഇങ്ങനെ ഒന്ന് ഇരിക്കുകയാണ്, കോൺഫിഡൻസ് മാറിയില്ലേ? ഇത്രയേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. ഇതിന് നിങ്ങൾ വലിയ ആനക്കാര്യം പഠിക്കണം എന്നൊന്നുമില്ല. നിങ്ങളുടെ കൈയിന്റെയും കാലിന്റെയും നിങ്ങളുടെ ബോഡിയുടെയും മൂവ്മെന്റിനനുസരിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് മാറും. അപ്പോ നിങ്ങളുടെ ബോഡി പോസ്ചർ ചേഞ്ച് ആവുമ്പോ നിങ്ങളുടെ ബ്രെയിൻ കെമിസ്ട്രി എന്നുള്ളത് ചേഞ്ച് ആവും. ഈ ബ്രെയിൻ കെമിസ്ട്രി എന്നുള്ളത് ചേഞ്ച് ആവുമ്പോ നിങ്ങളുടെ എമോഷൻസ് എന്നുള്ളത് ചേഞ്ച് ആവും. നിങ്ങളുടെ തലയ്ക്കകത്ത് നടക്കുന്ന എമോഷൻസ് എന്നുള്ളത് ചേഞ്ച് ആവും. ഈ എമോഷൻസ് ചേഞ്ച് ആവുമ്പോ നമ്മളുടെ ശബ്ദത്തിന്റെ പവർ എന്നുള്ളത് മാറും. നമ്മളുടെ തലയ്ക്കകത്ത് നമ്മൾ ഭയങ്കര ഡൗട്ടഡ് ആയിട്ടൊക്കെ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. നമ്മളുടെ ശബ്ദം എന്നുള്ളത് അത്രയ്ക്ക് ഡീപ്പർ ആയിട്ട് വരുന്നുണ്ടാവില്ല. അത്രയ്ക്ക് ഒരു ഡീപ്പർനെസ് ഇല്ലാതെ ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ നമ്മള് അത്രയ്ക്ക് ഹാപ്പി ആയിട്ട് ക്ലാരിറ്റി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ശബ്ദം എന്നുള്ളത് അത്രയ്ക്ക് പവർഫുൾ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ആ ശബ്ദത്തിൽ ഒരു വേരിയേഷൻ എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ശബ്ദത്തിൽ ഒരു പവർ, ഒരു എനർജി എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അല്ലെ? അപ്പോ എന്താവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോയിസും ഡിസിഷനും ഇംപ്രൂവ് ആവുന്നുണ്ടാവും. ഇനി നമ്മള് ഈ കോൺഫിഡൻസ് കൂട്ടുന്ന സമയത്ത് ഈ വോയിസ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ ഞാൻ പറയാണ്, നമ്മളുടെ വോയിസിന്റെ ടൊണാലിറ്റി പ്രോപ്പർ ആയാലും നമ്മളുടെ കോൺഫിഡൻസ് എന്നുള്ളത് കൂടും. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് കുറച്ച് സ്ലോ ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലെ? ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ എന്റെ ശബ്ദത്തിന് ഒരു ടൊണാലിറ്റി എന്നുള്ളത് കൊടുത്തുകൊണ്ട് പോവാനായിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. എന്റെ ശബ്ദത്തില്, എന്റെ സംസാരത്തില് ഒരു കയറ്റവും ഇറക്കവും പ്രോപ്പർ ആയിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സ്പീഡായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്റെ ശബ്ദത്തില് ഒരു ഡീപ്പർനെസ് എന്നുള്ള ഒരു കാര്യം എനിക്ക് നൽകാനായിട്ട് പറ്റില്ല. ഞാൻ പറയുന്ന, ഞാൻ ഉച്ചരിക്കുന്ന വാക്കുകൾ എന്റെ മുന്നിലിരിക്കുന്ന ആളുകളുടെ തലയ്ക്കകത്ത് അതേ രീതിയിൽ പതിപ്പിക്കാനായിട്ട്, അവരെ ആക്ഷൻ എടുപ്പിക്കുന്ന രീതിയിൽ പതിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടാവില്ല. അപ്പോ നമ്മളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്,
നമ്മളുടെ വോയിസ് ടോണാലിറ്റി എന്താണ്, നമ്മൾ എത്രത്തോളം സ്പീഡായിട്ടാണ് സംസാരിക്കുന്നത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതിൽ നിന്ന് തന്നെ നിങ്ങൾ എന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഞാന് ഒരു 15 വർഷം ഒരു മേഖലയിൽ ഹൈലി സക്സസ്ഫുൾ ആണ് എന്ന് വന്ന് പറയാണ്. പക്ഷേ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് എന്റെ സൗണ്ട് അത്രയ്ക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലോ അല്ല എങ്കിൽ ഞാൻ ഈ രീതിയിൽ ഒരു ടൊണാലിറ്റി എന്നുള്ളതോ യൂസ് ചെയ്യാതെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സ്പേസിനകത്ത് ഒരു അറ്റൻഷൻ എന്നുള്ളത് കിട്ടുന്നുണ്ടാവില്ല അല്ലെ. ഏതോ ഒരു പയ്യൻ വരുന്നു സംസാരിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക അല്ലെ. 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവര് രണ്ടുപേരും പഠിച്ചതെല്ലാം ഒരേ സ്ഥലത്താണ്, അവര് വളർന്നതും എല്ലാം ഒരേ സ്ഥലത്താണ്. പക്ഷെ ഒരു 25 വയസ്സ് കഴിഞ്ഞപ്പോ ഇതില് ഒരു പയ്യന്റെ ലൈഫില് ഒരു ഹൈലി സക്സസ് എന്നുള്ള കാര്യം ഉണ്ടായി. ഇവർ രണ്ടുപേരും ഒരേ കമ്പനിയിൽ തന്നെയാണ് ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നതും. ഇതില് ആദ്യത്തെ പയ്യൻ അതില് മാനേജർ ആയിട്ടും പിന്നെ അടുത്ത പോസ്റ്റിലേക്കും പ്രൊമോഷൻ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ പയ്യൻ എന്നുള്ളത് അവിടെ തന്നെ നിലനിന്നിട്ട് ഒരു 2 വർഷം കഴിഞ്ഞപ്പോ ആ കമ്പനിയിൽ നിന്ന് തന്നെ മാറേണ്ട സിറ്റുവേഷൻ എന്നുള്ളത് വന്നു. നമ്മളുടെ ശബ്ദത്തിന്റെ നമ്മൾ ഈ സംസാരിക്കുന്നുണ്ടല്ലോ, ഈ ശബ്ദത്തിന്റെ ടൊണാലിറ്റി എന്നുള്ളത്, ടൊണാലിറ്റി എന്ന് വെച്ചാൽ എന്താ, ഞാൻ ഈ സംസാരിക്കുന്ന ടോണ് എന്നുള്ളത് ഉണ്ടല്ലോ, ഈ മോഡുലേഷൻ എന്നുള്ളത് ഉണ്ടല്ലോ, ഇത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്മ്യൂണിക്കേഷനിൽ ഒരു അതോറിറ്റി എന്നുള്ളത് വരുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഒരു മെൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരു പറ്റുന്ന ഒരു ഡീപ്പർ വോയിസ് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒന്ന്. ഇനി എന്റെ ശബ്ദത്തിൽ ഞാൻ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള രീതിയിലാണോ പോകുന്നത്, അതോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടോണില് കേൾക്കുന്നവർക്ക് ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റിയും തോന്നരുത് കേട്ടോ. അതായത് ചിലര് ഇപ്പൊ ഞാനും അജ്ബറും സംസാരിക്കുന്നത് ഒരേ കാര്യമായിരിക്കാം. നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വന്നിട്ട് ഇവിടെ അജ്ബർ നിൽക്കുകയാണ്, ഇവിടെ ഞാൻ നിൽക്കുകയാണ്. ഞങ്ങള് പറയാണ് നിങ്ങൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ചെയ്യാതിരിക്കണം, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളത് ഞാനും പറയുന്നു. ഞാനും പറയുന്നത് ഒരേ വാക്കാണ്, അജ്ബർ പറയുന്നതും ഒരേ വാക്കാണ്. ഞാനും ഒരേ ഞങ്ങള് രണ്ടുപേരുടെയും എഡ്യൂക്കേഷൻ എന്നുള്ളത് എല്ലാം ഒന്നാണ്. പക്ഷേ ഇതില് നിങ്ങള് ഒരാള് പറയുന്നത് നിങ്ങൾ നല്ലോണം കേൾക്കും, നിങ്ങൾ അത് അനുസരിക്കും. അടുത്ത ആള് പറയുന്നത് അനുസരിക്കാനുള്ള ടെൻഡൻസി എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നില്ല. അപ്പൊ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് മാറണം, ഒരു ലീഡർ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരം എന്നുള്ളതും നമ്മളുടെ വോയിസ് എന്നുള്ളത് മറ്റുള്ളവർ വാല്യൂ ചെയ്യണം. അല്ല ബ്രോ, നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ അതിനെ വാല്യൂ ചെയ്ത് കേൾക്കണമല്ലോ, നമ്മൾ പറയുന്നത് അവര് ചെയ്യണമല്ലോ. അപ്പോ അത് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ വോയിസിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൊണാലിറ്റി എന്നുള്ളതും ആ ഒരു ഡീപ്പർനെസ് എന്നുള്ളതും നമ്മളുടെ ശബ്ദത്തില് ചെറിയൊരു ഡീപ്പർനെസ് എന്നുള്ളതും ഒരു മോഡുലേഷൻ എന്നുള്ളതും ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ കോൺഫിഡൻസ് എന്നുള്ളത് പീക്ക് ആവും. ഹായ് ബ്രോ, ഈ വീഡിയോ എന്നുള്ളത് എൻഡ് ആവുകയാണ്. പക്ഷെ നിങ്ങൾ ഇതിനു മുൻപും ഇതുപോലത്തെ നോഫാപ്പിന്റെയും എങ്ങനെ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാം എന്നുള്ളതിന്റെയൊക്കെ വീഡിയോസ് ഒരുപാട് യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാത്തതിന്റെ കാരണം നിങ്ങൾക്ക് അതിന് വേണ്ട തരത്തിലുള്ള ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ട്രെയിനിങ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു പോർഷൻ എന്നുള്ളത് ഞാൻ അങ്ങനെ നൽകി വരുന്ന ട്രെയിനിങ്ങിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ്. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളെ അഡിക്ഷനിൽ നിന്ന് മാറ്റാനും ഡിസിപ്ലിൻഡ് ആവാനും ഫോക്കസ്ഡ് ആവാനും വേണ്ട ഇൻഡെപ്ത് ട്രെയിനിങ് ആയിരിക്കും ഞാൻ നൽകുന്നുണ്ടാവുന്നത്. 2026 നിങ്ങളുടെ ഇയർ ആക്കി മാറ്റണമെന്ന് അത്രയും സീരിയസ് ആയി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്.